എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ ജാക്കിൻ്റെയും മോനെയും വെറുതെ വിടില്ല. എവിടെ അവര്? രാവിലെ പൊട്ടന്മാരെ ചിലപ്പോൾ എണീറ്റുണ്ടാവില്ല. ദേ കിടക്കണുണ്ടില്ല അവര്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഷിൻചാനെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്യാം. നമുക്ക് നേരെ വില്ലേജിൽ പോവാം. എവിടെയാണ് എൻ്റെ വീട്. അപ്പം നമുക്ക് നേരെ എന്നാൽ ഷിൻചാനെ കിഡ്നാപ്പ് ചെയ്തിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഷിൻചാനെ തട്ടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ അവിടത്തെ വൈറസിൽ കൊണ്ടേ കടത്തിയിട്ടുണ്ട്. എടാ ഷിൻചാനെ, നീ എഴുന്നേറ്റ് നോക്കടാ, നീ എവിടെയാണെന്ന്. നീ കണ്ടാ എവിടെയാണെന്ന്? നിനക്കേ ഞാൻ ആരാന്നറിയൂല. നീ ഒന്ന് എഴുന്നേക്ക്. ഷിൻചാനെ, വേഗം നീക്കടാ. നിന്നൊക്കെ ഞാനുണ്ടല്ലോ. വേഗം നീക്കടാ. അയ്യോ, നിങ്ങളൊക്കെ ആരാണ്? അയ്യോ, എനിക്ക് പേടിയാണു. നിങ്ങളൊക്കെ ആരാ? ഞാനാണ് ഗ്രാനി. അത് ചോദിച്ചാ നീ ആരടാ കൊച്ചു ചെറുക്ക? അയ്യോ, എന്നെ അടിക്കല്ലേ, ഞാനൊരു പാവാണ്. എന്നെ രക്ഷിക്ക്. ഫെലിക്സ് അണ്ണാ, എന്നെ രക്ഷിക്ക്. നിന്നെ രക്ഷിക്കാൻ ഇനി ഒരു അക്ഷരത്തിനും വരില്ല. നീ ആരടാ? അയ്യോ, എനിക്ക് ഇവിടുന്ന് ഓടാൻ തോന്നുന്നേ. എടാ ഷിൻചാനെ, ദീപമാണെങ്കിൽ ഓടിക്കാ. അയ്യോ, നീയൊക്കെ അങ്ങനെ ആർത്ത് വിളിക്കും, പക്ഷെ നിനക്ക് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പോവാൻ പറ്റൂല. ഗ്രാനി ചേച്ചി, ഷിൻചാനെ നമുക്കിനി എന്തു ചെയ്യാം? ഏതാ, നമുക്ക് ഇവനെ ചിക്കൻ കറി വെച്ച് തിന്നാം. അയ്യോ, ചിക്കൻ കറിയോ? എനിക്ക് വേണ്ട ചിക്കൻ കറി. അയ്യോ, എന്നെ വെക്കല്ലേ, വേറെ പാവാണ്. എന്നെ രക്ഷിക്ക്. ഗൈസ്, നമ്മുടെ ഷിൻചാൻ എവിടെ പോയത്? ഇന്നലെ അവൻ എൻ്റെ ഒപ്പം ഒന്ന് കടക്കണ്ടായിരുന്നല്ലോ. ഗൈസ്, എനിക്ക് തോന്നുന്നതേ ആരോ ഷിൻചാനെ എൻ്റെ അടുത്തുനിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. നമുക്ക് ഫെലിക്സിനോട് ചോദിച്ചു നോക്കാം. എടാ ഫെലിക്സേ, നീ എവിടെ? അവിടെ ജാക്കേ, ഇന്നലെ ഷിൻചാനെ കണ്ടോ നീ? ഇല്ലടാ, അതിനെ ഞാൻ നിന്നോട് ചോദിക്കാൻ പറ്റേ. നീയേ ഇന്നലെ വല്ല ഒച്ചയും കേട്ടോ? എന്തൊരു അമ്മച്ചി ഇരിക്കുന്ന സൗണ്ട്. ആടാ ജാക്കേ, ഞാൻ ഇന്നലെ ഏതൊരു അമ്മച്ചി ഇരിക്കുന്ന സൗണ്ട് കേട്ടു. ചിലപ്പോൾ വേറെ ആരെങ്കിലും വന്ന് ഷിൻചാനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നേരെ ഷിൻചാൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് നോക്കാം. എൻ്റെ അടുത്ത് പിന്നെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. നമുക്കെന്നാൽ ഷിൻചാൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനങ്ങനെ ഷിൻചാൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഫെലിക്സ്, എനിക്ക് ഷിൻചാൻ്റെ ലൊക്കേഷൻ കിട്ടി. ആടാ ഇതൊക്കെ എന്നാൽ നീ പോയി രക്ഷിച്ചിട്ട് വാ. ആടാ, അതൊക്കെ ഞാൻ ചെയ്യാം. ഗൈസ്, ഒരു വീഡിയോ ലൈക്ക് എത്തുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ കൂടി സബ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് നേരെ ഷിൻചാൻ്റെ ലൊക്കേഷനിലേക്ക് പോകാം. ഷിൻചാൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് പിന്നെ വില്ലേജിലാണ്. വില്ലേജിൽ ഏതൊരു വൈറസിലാണ്. ഈ വില്ലേജിൽ ആരുടെ ഒരു പ്രേത വീടുണ്ടല്ലോ. ഗൈസ്, എവിടെ ഒരു പരിചയം ഉണ്ടാവും വീട്. എനിക്ക് മനസ്സിലായി, അതാ ഗ്രാനിയുടെ വീടാണ്. ഗ്രാനിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഗ്രാനിയാണല്ലേ ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയി. വെറുതെ അല്ലേ ഒരു അമ്മച്ചി ഇരിക്കുന്ന സൗണ്ട് കേട്ട്. എന്നാൽ എൻ്റെ അമ്മച്ചി ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ വില്ലേജിലോട്ട് പോവാം. വില്ലേജിൽ ഒരു 2 വൈറസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ വൈറസിലാണ്, ഫസ്റ്റത്തെ സെക്കൻഡത്തെ എനിക്കറിയില്ല. നമുക്ക് 2 വൈറസിലും കയറി വെക്കാം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. 5 minutes later. ഗേസ്, ഒരു മിനിറ്റ്, അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നല്ലോ. നമുക്കേ നമ്മുടെ സ്നൈപ്പർ എടുത്തൊന്ന് നോക്കി വെക്കാം. നമ്മുടെ സ്നൈപ്പറിന് പിന്നെ നല്ല സ്കോപ്പ് ഉണ്ടേ. ഒരു മിനിറ്റ്, ഇത് നമ്മുടെ ഷിൻചാനല്ലേ? ദേക്കുന്നു ഗ്രാനി. അതിനർത്ഥം ഷിൻചാനെ ഗ്രാനി തട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഗ്രാനിയുടെ ആൾക്കാരെ നമുക്ക് തീർത്തളയാം. ഹെഡ് ഷോട്ട് കൊടുക്കാം. ഇതിൻ്റെ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. 1 2 3 പിന്നെ 4. ഓക്കെ, അങ്ങനെ 4 എണ്ണത്തിന് ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല ഗ്രാനിയെ, എന്താ സുഖമല്ലേ? അല്ല, എൻ്റെ ആൾക്കാരൊക്കെ ഇതേടെ.
എടാ ചേക്കേ മര്യാദക്കിന്റെ ആൾക്കാരൊക്കെ തന്നോ? നീ ഒലത്തും കിടത്തിട്ട് എൻ്റെ ഷിൻചാനും തട്ടിക്കൊണ്ട് പോയി നീ അറിഞ്ഞില്ല അല്ലേ? ഞാൻ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. എന്നാലും ചേക്കേ നീ എന്താണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത്? നിന്നെ ഒന്നും വെറുതെ വിടില്ല ആണോ? അതിനെ നീ ജീവിച്ചിരുന്നിട്ടല്ലേ വെപ്പൺ എടുത്തിട്ടേ എൻ്റെ തലയ്ക്കൊന്നൊരു വിരണ്ണ പിടിച്ചോ ചാവം കെട്ടി. ഓക്കെ എടാ ഷിൻചാനെ നിനക്കെല്ലാം കുഴപ്പമുണ്ടോ? ഇല്ല ചേക്കണ്ണ. ആവൂ എന്തേലും ആവട്ടെ. ഈ ഗ്രാനി കാരണം എൻ്റെ മനസമാധാനം പോയി. ഇതിപ്പോൾ തിരിച്ചു കിട്ടിയില്ലേ? ചേക്കണ്ണ താങ്ക് യു ചേക്കണ്ണ എന്നെ രക്ഷിച്ചതിന്. പിന്നെ നമ്മൾ പിന്നെ എന്നെ രക്ഷിക്കാതിരിക്കുകയോ? അതിപ്പോൾ ഏതായാലും രക്ഷിക്കും. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അവിടെ ഇനി അധികം നേരം നിൽക്കണ്ട. ഗ്രാനി പ്രേതാണ് അതുകൊണ്ട് പെട്ടെന്ന് റീസ്പോണായി വരും. ആണോ? നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അവിടെ ഷിൻചാനെ നീ പോയോ? ചേക്കണ്ണ ഞാനേ മുള്ളാൻ പോയിട്ട്. ഗൈസ് നമ്മളിപ്പോൾ എവിടെ മുള്ളുക? ഓക്കെ നമുക്ക് ഈ വൈറസിൻ്റെ ബാക്കിൽ മുള്ളാം. ഓക്കെ ഞാൻ അങ്ങനെ ബാക്കിൽ മുള്ളിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നേരെ ജാക്കണ്ണൻ്റെ അടുത്തേക്ക് പോവാം. ജാക്കണ്ണ നമുക്ക് വീട്ടിലേക്ക് പോവല്ലേ? ആടാ അത് എന്തൊട്ട് ചോദ്യാ? നമുക്ക് വീട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത്. എന്നാ ശരി നമുക്ക് വേഗം വണ്ടി കയറാം. എന്നിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. ഇവിടെ അധികം നേരം നിൽക്കണ്ട. ആടെ ഷിൻചാനെ വേഗം വണ്ടി കയറി. അല്ലട ഷിൻചാനെ എന്നാലും നിന്നെ എങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് ഗ്രാനി? അതെനിക്കറിയില്ലെന്നാ. നീ വണ്ടി കയറി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഫെലിക്സ് പിന്നെ അവിടെ ഒറ്റയ്ക്കുള്ളൂ. ഗ്രാനിനെ അവനെ കൂടി കിഡ്നാപ്പ് ചെയ്യേ അത് ഏതായാലും ശരിയാവില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പടച്ചു പോവാം. നമ്മുടെ അടുത്ത് പിന്നെ താറാണ് വണ്ടി. ഈ വണ്ടി പിന്നെ നൈസ് വണ്ടിയാണ്. ഒരു രക്ഷയില്ല. എന്തത് വണ്ടി പറഞ്ഞപ്പോൾ തന്നെ അടിച്ചല്ലോ. ഇല്ല നമുക്ക് വീട്ടിൽ പോയിട്ട് നേരെക്കാം. വേറെ ബെന്നി പറഞ്ഞ കൂട്ടുകാരുണ്ടേ അത് പിന്നെ ഫ്രീ ആയിട്ട് നേരേക്ക് തരും. അപ്പോൾ നമുക്കത് നാളെ നേരേക്കാൻ കൊടുക്കാം. ഗൈസ് അപ്പോൾ ഇതല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.